ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സീരീസിൽ സെക്കൻഡ് ഡേ ആയിട്ടുള്ള പ്രപ്പോസലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറുള്ള ഒരു പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു പ്രപ്പോസൽ ഇമേജാണ് കേട്ടോ വരയ്ക്കുന്നത്. ഒരു ഔട്ട്ലൈനായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു ബോയ് ഒരു ഗേളിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു തീമാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനായിക്കോട്ടെ, നമ്മുടെ ബോയ് ഫ്രണ്ടിനായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ പേപ്പർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേയിൽ റോസ് ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു പേപ്പറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല എൻ്റെ വീട്ടിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് എക്സ്ട്രാ ഞാനൊന്ന് വാങ്ങി വെച്ചിട്ട്, കാരണം എങ്ങാനും നമുക്കിനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയുള്ളൂ കേട്ടോ. വാലൻറ്റൈൻസ് ഡേ സീരീസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോന്ന് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ടൈം എടുക്കും. അപ്പം ഞാൻ കുറച്ച് ലാഗായിട്ടുണ്ട് എന്നറിയാം. പക്ഷെ എന്നാലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐറ്റംസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഗിഫ്റ്റ് മോഡലാണ്. ഇനി തന്നെ നമുക്കൊരാളെ പ്രപ്പോസായിട്ട് സർപ്രൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആളെ സർപ്രൈസ് ചെയ്യുന്ന മോഡൽ ഒന്നുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ അത് കാണണം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് മാത്രമാണ്. ഇതല്ലാതെ മറ്റൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഹാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അതിലൊരു ഹാർട്ട് മോഡലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അല്ലാതെ അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഈ ഒരു സംഭവം നമുക്ക് ആദ്യം കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ ചിലപ്പം തോന്നിയെന്ന് വരും. പക്ഷേ എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഔട്ട്ലൈൻ മാത്രം മതി. പിന്നെ ഞാനാണെങ്കിലും വളരെ തിരക്ക് പിടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളോട് തന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ എൻ്റെ അടുത്തുള്ള ഒരു ബോക്സാണ്. ആ ഒരു ബോക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. കാർഡ്ബോർഡിൻ്റെ പീസിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള കാർഡ്ബോർഡിൻ്റെ ആണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി, കാരണം ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉള്ളത്, നിങ്ങൾക്ക് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിത് ഉദ്ദേശിക്കുന്നത് ഒരു മൂണിൻ്റെ ഒരു തീമാണ് കേട്ടോ. മൂണിൻ്റെ തീം എന്ന് പറയുമ്പം ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് അങ്ങനെ വരച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് റൗണ്ടിന് ആ ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ കോമ്പസൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് വൃത്തിക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ, അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു പേപ്പർ, ഈ പേപ്പർ ഒരു ബട്ടർ പേപ്പർ പോലത്തെ എൻ്റെ വീട്ടിൽ എന്തോ ഒരു സാധനത്തിൻ്റെ കൂടെ വാങ്ങിയപ്പോൾ കിട്ടിയത് കേട്ടോ. അത് ഞാൻ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം ആ സെയിം കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ തന്നെ ഞാനിതങ്ങനെ നീളങ്ങനെ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കഷ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ താഴെ നമുക്കൊരു സ്റ്റാൻഡ് പോലെ അത് കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടി, നമ്മൾ അതിങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച മോഡലായിട്ട് അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ചെയ്ത് നോക്കുകയാണല്ലോ. പിന്നെ അതിന് ശേഷം ഈ നമ്മളൊരു മൂണായതുകൊണ്ട് തന്നെ മൂണിനെ നമുക്കറിയാം, അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ കുറച്ച് പാടുകളൊക്കെ കാണാൻ പറ്റില്ലേ. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒട്ടിച്ച സാധനം ഞാൻ അധികം ഡ്രൈ ആയതിന് ശേഷമല്ല കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. നിങ്ങളിപ്പോൾ ഡ്രൈ ഒക്കെ ആയി നിങ്ങൾക്ക് ടൈമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും.
കണ്ടില്ലേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറ്, അതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ആഷ് കളറായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. നമുക്കറിയാം മൂണിൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ അതേപോലെ കുറച്ച് കുഴികളൊക്കെ നമ്മൾ കാണാറില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനതെൻ്റെ വീട്ടിലുണ്ടായിരുന്ന എനിക്കൊരു ടിഷ്യൂ പേപ്പർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കാറിന്ന് എടുത്തുകൊണ്ടാണ് അങ്ങനെ, കാരണം അല്ലാണ്ട് വീട്ടിലില്ലായിരുന്നു. നമുക്കറിയാം ഇനി വാങ്ങണമല്ല ടിഷ്യൂ പേപ്പേഴ്സൊക്കെ. അപ്പോൾ കാറിന്ന് ഞാനിപ്പോൾ തൽക്കാലത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് അതേപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ചുളിവ് പോലെയൊക്കെ കാണൂലേ, അപ്പോൾ അത് ആവശ്യമുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഇവിടങ്ങളിൽ ബാലൻസ് ആയിട്ട് കിടക്കുന്ന ആ ഭാഗമൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലുണ്ട്. എന്തായാലും നല്ല വൃത്തിക്ക് നമുക്കത് മൊത്തമായിട്ട് കവർ ചെയ്ത് കിട്ടണം. അത് മൊത്തമായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നിഴൽ പോലെ നമുക്ക് ആ പാടുകൾ കാണാനും പറ്റുന്നുണ്ട് അല്ലേ ചന്ദ്രൻ്റെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. ആ ഒരു പാട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അത് വൃത്തികേടായിട്ടാണ് എന്നാണ്, പക്ഷേ അത് വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്കിത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും സാധനം റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റാൻഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തതിൽ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇത് ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ മുന്നെയാണ് ഞാൻ അതിൻ്റെ താഴെ ആ ഒരു സ്റ്റാൻഡ് ഒട്ടിച്ചത് കേട്ടോ. ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഇതേപോലെയാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ ആ 2 സ്ക്വയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ കാർഡ്ബോർഡ്, ഇതേപോലെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ മടക്കിയിട്ട് അതിന് ശേഷം അത് ഇങ്ങനെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു റൗണ്ടിൻ്റെ തൊട്ട് താഴെയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഇമേജിൽ ഇത് ഹാർട്ടാണ്, കാരണം ഫുൾ ബ്ലാക്കായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും. അപ്പം ഞാനൊരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ ഒരു ഹാർട്ടിനെ ഞാൻ കവർ ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അത് ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ വേണ്ടുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ആൾക്കാരെ അതിൻ്റെ ആ ഒരു മൂണിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിചാരിച്ച പോലെ അത്ര പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ കൂടെ എനിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു റൗണ്ടിൽ വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റിയ കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് മാത്രം കുറച്ച് തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ടുള്ള ചെറിയ തകരാറാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു മാർക്കർ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ കുറച്ച് ഗ്രാസായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഔട്ട്ലൈന് പോലെയായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെൻസിൽ പിടിക്കാത്ത സ്ഥലത്ത് ഞാൻ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തിനാണെങ്കിലും ഈ PCG വരയ്ക്കുന്ന പോലെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന്. പക്ഷെ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഞാനൊരു ഗ്രാസ് മേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ, താഴെ ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ അതിങ്ങനെ വരച്ച് അവിടെ ചില സ്ഥലത്ത് എനിക്ക് കാണുന്നില്ലായിരുന്നു, കാരണം എല്ലാം ഒരേ കളറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഈ കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്നും കൂടെ പെൻസിലൊക്കെ വെച്ചിട്ട് വരച്ചൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ബ്ലാക്ക് കളറ് എൻ്റെ അടുത്തുള്ള പെയിൻറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കുറച്ച് വേഗത്തിലാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് പോരായ്മകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തോന്നിയേക്കാം. പക്ഷേ എനിക്ക് എന്തോ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ആക്കുക, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ കുറച്ച് കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു തീമുമാണ് കേട്ടോ. നമ്മളൊരാളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല ഇതേപോലെ ഒരു മൂണാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ അതിന് ശേഷം ഇതാ മാർക്കർ വെച്ചിട്ട് നമുക്കത് പുല്ലാണെന്ന് തോന്നണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പുല്ല് മുളച്ച് നിൽക്കുന്നത് പോലെ. മറ്റേത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലല്ലോ, എന്തോ കുറച്ച് താഴെ എന്തോ ഒരു കറുത്ത പാടുകൾ കാണുന്നു അത്രയല്ലേ വിചാരിക്കുള്ളൂ. പിന്നെ ഇത് ഞാൻ ഒരുപാട് ആളുടെ കാല് വരെയും ഞാൻ ടച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വിട്ട് നിൽക്കുന്ന പോലെ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ചിലപ്പോൾ അത് വൃത്തികേടായാലോ, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു പേടി തോന്നിയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞാൻ ആദ്യം ആ ഒരു സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചൊരു ഫ്രെയിം ഉണ്ടാക്കാമല്ലോ, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതൊന്നുമില്ല, സെയിം ആയി നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ, ബാക്കിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് വെള്ളമാണ് കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി കലക്കിയിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു മൂണിൻ്റെ ആ ഒരു, കാരണം ഉള്ളിലുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി തോന്നിയിട്ടു എനിക്ക്. അപ്പം അതൊന്ന് ഡ്രൈ ആയതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടോ അത്. പക്ഷേ ഡ്രൈ ആവുന്നതിൽ അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാപ്പിപ്പൊടിയുടെ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അതൊന്ന് കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡായിട്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തില്ലേ അത് കൊടുത്തു. എന്തൊക്കെയാണെങ്കിലും ഒന്ന് കണ്ടില്ലേ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കുഴികൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യാനെന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മളെ ആ ഒരു ചെക്കനെയും പെണ്ണിൻ്റെയും ഭംഗി തന്നെ കണ്ടില്ലേ ആ ലൈറ്റും കൂടെ വന്നപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ സൂം ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടും കാണുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ലൈറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയില്ലേ. അപ്പം ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഹസ്ബൻഡിനോ നമ്മുടെ ബോയ് ഫ്രണ്ടിനോ ഒക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ എക്സ്പെൻസ് ഒന്നുമില്ലാതെ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.